അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് സൂറ അൽ മുത്തഫിഫീൻ അവസാന ഭാഗം തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്തു നോക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ ഉർസിലു അലൈഹിം ഹാഫിളീൻ വമാ ഉർസിലു. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. മീമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസ വന്നു. മദ് ജായിസ് മുൻഫസിൽ 2-4 ഹർക്കത്ത് നീട്ടി പാരായണം ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉർസിലു റോക്ക് കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ലാമിൻ്റെ കൂടെ വാവ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഉർസിലു അലൈഹിം അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്. സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. അലൈഹിം ഇതിൻ്റെ മഖ്റജ് അക്സൽ ഹൽക്കാണ്. സൗണ്ടിനെ ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. അലൈഹിം മീം സാക്കിനയുടെ നിയമത്തിൽ വരുന്ന ഇദ്ഹാർ ഷഫവിയാണ് ഇവിടെ വരുന്നത്. മീം സാക്കിനയ്ക്ക് ശേഷം ബാഉം മീമുമല്ലാത്ത ഏതക്ഷരം വന്നു കഴിഞ്ഞാലും മീം സാക്കിനയെ വ്യക്തമാക്കി ഉച്ചരിച്ചു കൊടുക്കുക. ഹാഫിളീൻ ഹ വസത്തുൽ ഹൽക്ക് സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. അലിഫ് സഗീറ കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക. വാ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. തഫ്ഹീം ചെയ്യുക. ഇത്ബാക്കിൻ്റെ അക്ഷരം കൂടിയാണ്. കെസ്റയായാലും നല്ലോണം നാവിൻ്റെ ബേക്ക് മുകളിലേക്ക് ഉയർത്തി കൊടുക്കണം. ഹാഫിളീൻ അവസാനത്തിൽ മദ് ആരിദിൽ വഖഫ് ചെയ്യുമ്പോൾ 2-4-6 ഹർക്കത്ത് നീട്ടി വഖഫ് ചെയ്യും. ഓക്കെ. فاليوم الذين آمنوا من الكفار يضحكون فاليوم الذين ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ലാമ് കൽക്കലയുടെ ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. പല്ല് ചുണ്ടിൽ തട്ടാത്ത രൂപത്തിൽ. ഫൽയൗമല്ലദീന ലാമ് ശ്രദ്ധ വന്നു. 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ദാലിന് ശേഷം യാമദ് 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ആമനു മിനൽ കുഫാർ ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂനിൻ്റെ കൂടെ വാവ് മദ് വന്നു. 2 കൗണ്ട് അവിടെയും നമ്മൾ നിർത്തിക്കൊടുക്കുക. ആമനു മിനൽ കുഫാർ ലാമ് കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഫാക്ക് ശ്രദ്ധ വന്നു. 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. അലിഫ് മദ്ദും കൂടെ വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. റോ കെസ്റ ആയതുകൊണ്ട് താഴ്ത്തി ഉച്ചരിച്ച് കൊടുക്കുക കേട്ടോ. മിനൽ കുഫാരി യദ്ഹകൂൻ വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. നാവിൻ്റെ ബാക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. വാദിൻ്റെ മഖ്റജ് ഹഫത്തുൽ ലിസാനും ഹഫത്തുൽ ലിസാൻ നാവിൻ്റെ സൈഡ് കട്ടി കൂടിയ ഭാഗവും നാവിൻ്റെ സൈഡിൻ്റെ കട്ടി കൂടിയ ഭാഗവും മേലെ അണപ്പല്ലുകളുടെ ഉൾവശത്തെ മുണയും നാവിനെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നാവിൻ്റെ ബാക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക കേട്ടോ. ഹ വസത്തുൽ ഹൽക്കാണ്. സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. മദ് ആരിദിൽ വഖഫ് ചെയ്യുമ്പോൾ 2-4-6 ഹർക്കത്ത് നീട്ടി വഖഫ് ചെയ്യും. അലൽ അറായിക് യൻദുറൂൻ അലൽ അറായിക് അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്. സൗണ്ടിനെ ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. ലാമ് കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹംസ ക്ലിയർ ആക്കണേ. അക്സൽ ഹൽക്കാണ് ഹംസയുടെ മഖ്റജ്. അറായിക് ഇവിടെ റോക്ക് ഫത്തഹയാണ് ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കുക. റോയിൻ്റെ കൂടെ മദ്ദും വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിൽ നിർബന്ധമായിട്ടും 4-5 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അറായിക് യൻദുറൂൻ നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ അക്ഷരമായിട്ടുള്ള വാ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. വാ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഉയർത്തി ഉച്ചരിക്കുകയും ചെയ്യുക. യൻദുറൂൻ മദ് ആരിദിൽ വഖഫ് ചെയ്യുമ്പോൾ 2-4-6 ഹർക്കത്ത് നീട്ടി വഖഫ് ചെയ്യുക. ഹൽ സുവിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ ഹൽ സുവിബ അക്സൽ ഹൽക്കിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. ലാമ് കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. സുവിബ സ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ പല്ലിൻ്റെ ഇടയിലൂടെ കുറച്ച് എയർ പുറത്തോട്ട് പോകണം. സൗണ്ടിൽ ഉച്ചരിക്കുക. സുവിബ വാക്ക് ശ്രദ്ധ. 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. സുവിബ
സുവീബൽ കുഫാർ. ലാമ് കൽക്കല്ലുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഫാക്ക് ശ്രദ്ധ വന്നു, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കന കൊടുക്കുക. അലിഫ്മതും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. റ വമ്മയാണ്, വാക്ക് വമ്മയായാലും നമ്മൾ ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കണം കേട്ടോ. സുവീബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. മീമിൻ്റെ കൂടെ മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. കാനൂ കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ചൊന്ന് ചരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അലിഫ് മദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂനിൻ്റെ കൂടെ വാവ് മദ് വന്നു, അവിടെയും നമ്മൾ 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യഫ്അലൂൻ. ഫാക്ക് കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്, സൗണ്ടിനെ ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. അവസാനത്തിൽ മദ് ആരിദിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 ഹർക്കത്ത് നീട്ടി വഖഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് സൂറ അൽ മുത്തഫിഫീനിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.